അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ഉണ്ടാക്കിയൊരു സൂക്കിനെ ഒരു അങ്ങാടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനാഹ സൂക്ക് എന്നാണ് പറയുന്നത്. ജബൽ സിലാറിന പർവ്വതം നിൽക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ബാക്ക് ഭാഗത്താണ്. അവിടെ അത് മുതൽ ഈ ഒരു മസ്ജിദ് ഗമാമ, നമ്മൾ ഒരു വോയിസിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മസ്ജിദ് ഗമാമ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ആ മസ്ജിദ് ഗമാമ വരെയുള്ള ഈ ഒരു സ്ഥലത്തിനാണ് മനാഹ സൂക്ക് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് ഔസ്, ഖസ്റജ്, അതുപോലെ തന്നെ 3 ജൂത ഗോത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബനു ഖൈനുഖ, ബനു നദീർ, ബനു ഖുറൈദ എന്നീ 3 ജൂത ഗോത്രങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആധിപത്യം അവരുടെ കയ്യിലായിരുന്നു, സമ്പാദ്യമൊക്കെ അവരുടെ കയ്യിലായിരുന്നുണ്ടായിരുന്നത്. ഈ ഖൗസ് ഖസ്റജ് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ കച്ചവടമൊക്കെ ചെയ്തിങ്ങാട്ട് അവരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന കാശൊക്കെ ആയിട്ട് ജീവിച്ച് പോരുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൗസ് ഖസ്റജിന്റെ ഇടയിലേക്കാണ് വരുന്നത്. ആ ഒരു സാഹചര്യം വന്നപ്പോൾ അവർ മുസ്ലിമീങ്ങൾക്കിടയിൽ ശരിക്ക് ഒരു എന്തില്ലാതായി, ഒരു സമ്പാദ്യത്തിനുള്ള ഒരു വകുപ്പൊന്നും ഇല്ലാതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കിവിടെ നല്ലൊരു അങ്ങാടി സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളോട് നമുക്ക് അതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഈ റസൂലുള്ളാഹിന്റെ പള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ പരിസരത്ത് പല സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അത് അന്വേഷിക്കുകയും അങ്ങനെ ഈ ഒരു സ്ഥലം അവസാനം കണ്ടെത്തുകയും ചെയ്തു. ഈ ഒരു മസ്ജിദ് ഗമാമയുടെയും ജബൽ സില പർവ്വത നിരകൾക്ക് ചെറിയൊരു പർവ്വതമാണ്. ഈ 2 ബിൽഡിങ്ങിന്റെ ബാക്കിലാണ് വരുന്നത്. ഞാൻ ആ പർവ്വതം നമുക്ക് അവിടെ ഒരു വീഡിയോ ചെയ്യാനുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു അങ്ങാടി ഇവിടെ വെച്ചായിരുന്നു കായിക അഭ്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കച്ചവടങ്ങൾ, എല്ലാവരും കച്ചവടം ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുക, രാവിലെ ഒന്ന് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് കച്ചവടം ചെയ്ത് തിരിച്ചു പോകുക. ആ രീതിയിൽ ഒരു വലിയ സൂക്കാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിയ ഒരു ഏരിയയാണിത്. ഇത് ഗമാമ മസ്ജിദിൻ്റെയും മസ്ജിദ് അബൂബക്കർ സിദ്ദീഖിൻ്റെയും മസ്ജിദ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഇടയിലൂടെ വരുന്ന ഒരു ഗമാമ മസ്ജിദ് മുതൽ അതിൻ്റെ ഇടയിൽ വരുന്ന അബൂബക്കർ സിദ്ദീഖ് മസ്ജിദും മസ്ജിദ് അലി മസ്ജിദും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതിൻ്റെ ഇടയിലുള്ള ഈ വിശാലമായ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും ബിൽഡിങ്ങും ഒക്കെ വന്നുകൊണ്ട് സൂക്കൊക്കെ ഒഴിവായി പോയിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയിരുന്ന ഒരു അങ്ങാടിയായിരുന്നു എന്നാണ് പറയാനുള്ളത്.